വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി മോഹം നടക്കില്ല. വി.ഡി. സതീശൻ ഏറെ നാളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി കുപ്പായം തുന്നിവെച്ചിട്ട്, എന്നാൽ ആ മുഖ്യമന്ത്രി കുപ്പായം ഇടാനുള്ള ഭാഗ്യമോ യോഗ്യതയോ വി.ഡി. സതീശന് ഇല്ല എന്നാണ് ഓരോ ദിവസത്തെയും കോൺഗ്രസിനകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുക. കാരണം കെ സുധാകരൻ അടങ്ങുന്ന വലിയൊരു ലോബി കോൺഗ്രസിനകത്ത് വി.ഡി. സതീശന് എതിരായി രംഗത്ത് വന്നിരിക്കുന്നു, പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. കെ സുധാകരൻ തുടക്കത്തിൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേര് പരാമർശിച്ചുവെങ്കിൽ ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് മാറിയിരിക്കുകയാണ്. അന്ന് താൻ പറഞ്ഞത് രമേശ് ചെന്നിത്തല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നേതാവാണ് എന്ന്, എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവാണ് എന്ന അർത്ഥത്തിൽ മാത്രമാണ് എന്നാണ് കെ സുധാകരൻ നൽകുന്ന വിശദീകരണം. അദ്ദേഹം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ കാണാൻ ശ്രമിച്ചുവെങ്കിലും ആ കൂടിക്കാഴ്ച നടന്നില്ല എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. പക്ഷേ സുധാകരൻ അങ്ങനെയല്ല പറയുന്നത്. അദ്ദേഹം മല്ലികാർജുന ഖാർഗെയെ കണ്ടു. ഏതായാലും കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ നമ്മുടെ വിഷയം അതല്ല. വി.ഡി. സതീശന് എതിരായി വലിയ ഒരു ഗ്രൂപ്പ് തന്നെ കോൺഗ്രസിനകത്ത് കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്നു എന്നുള്ളതാണ് നമുക്ക് കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം. കെ സുധാകരന് പിന്നാലെ വി.ഡി. സതീശന് എതിരായി എം.കെ. രാഘവനാണ് പരസ്യമായി രംഗത്ത് വന്നത്. പിന്നീട് അടൂർ പ്രകാശും കൊടിക്കുന്ന് സുരേഷും ആന്റോ ആന്റണിയും രംഗത്ത് വന്നു. എന്താണ് ഇവർക്ക് വി.ഡി. സതീശനെതിരായി ഇത്രയും പക? കാരണം വി.ഡി. സതീശനാണ് എം.പിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം അടിച്ചേൽപ്പിച്ചത്. അത് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ സുധാകരനെ അടക്കം വെട്ടിയൊതുക്കി എം.പിമാർ കേരളത്തിൽ മത്സരിക്കേണ്ടതില്ല എന്ന് വി.ഡി. സതീശൻ അന്നൊരു ഏകാധിപതിയെ പോലെ തീരുമാനിച്ചത്. മറ്റൊന്ന്, വി.ഡി. സതീശൻ പറഞ്ഞത് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഈ രണ്ട് തീരുമാനങ്ങൾ വി.ഡി. സതീശന് ഇപ്പോൾ തിരിഞ്ഞു കൊത്തുകയാണ്. കാരണം അന്ന് വി.ഡി. സതീശൻ തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു, കേരളത്തിലെ പൊതുസമൂഹത്തെയും കോൺഗ്രസ് പ്രവർത്തകരെയും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നില്ല എന്നാണ് ഇപ്പോൾ തൻ്റെ അടുത്തോടുകൂടി കെ സുധാകരൻ അടക്കമുള്ളവർ പറയുന്നത്. എം.കെ. രാഘവനടക്കം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുൻപാകെ ഇക്കാര്യം പറയുകയും ചെയ്തു. ഹൈക്കമാൻഡ് അത്തരത്തിലൊരു തീരുമാനമെടുത്തില്ല. കാരണം ഇത് വി.ഡി. സതീശന്റെ മാത്രം സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു തീരുമാനം തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. തങ്ങൾക്ക് മത്സരിക്കാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്, തങ്ങൾ മത്സരിച്ചാൽ ജയിക്കുന്ന സീറ്റുകളുണ്ട്, നിരന്തരമായി കോൺഗ്രസ് പരാജയപ്പെടുന്ന സീറ്റുകൾ തങ്ങൾ നിർത്തിയിരുന്നെങ്കിൽ ജയിച്ചു കയറാമായിരുന്നു. അതെല്ലാം തന്നെ സതീശൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതിയുടെ ഒറ്റ തീരുമാനം കൊണ്ടാണ് അട്ടിമറിക്കപ്പെട്ടത് എന്നാണ് എം.കെ. രാഘവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നോട്ടെ, ബാക്കി കാര്യങ്ങൾ പിന്നാലെ പൊട്ടിക്കാം, ബാക്കി കാര്യങ്ങൾ പിന്നാലെ പറഞ്ഞു തരാം. വി.ഡി. സതീശനെതിരായിട്ടുള്ള എന്തെല്ലാമാണോ വി.ഡി. സതീശന് ഇത്തരത്തിൽ ഇവരെ വെട്ടിയൊതുക്കാൻ മെനഞ്ഞ തന്ത്രങ്ങൾ, അതെല്ലാം ഓരോന്നോരോന്നായി പറഞ്ഞു തരാമെന്നാണ് എം.കെ. രാഘവൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ കെ സുധാകരന്റെ നേതൃത്വത്തിൽ വി.ഡി. സതീശന് എതിരായി, അതേസമയം കെ.സി. വേണുഗോപാലിന് അനുകൂലമായി കെ.സി. വേണുഗോപാൽ മാത്രമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ഏക യോഗ്യനായിട്ടുള്ളയാൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കെ സുധാകരൻ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് പരസ്യമായി ഇത്തരത്തിലുള്ള ഒരു പോർമുഖം വി.ഡി. സതീശന് എതിരായി തുറന്നത്. കെ.സി. വേണുഗോപാലിന് അനുകൂലമായി ഇത്തരമൊരു പോർമുഖം തുറന്നത് കെ സുധാകരനാണ്. അതിന് തൊട്ടു പിന്നാലെ അടൂർ പ്രകാശ് രംഗത്ത് വരുന്നു, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, എം.കെ. രാഘവൻ തുടങ്ങിയിട്ടുള്ള നേതാക്കൾ കെ സുധാകരനെ പിന്തുണ അറിയിച്ചുകൊണ്ട് വരുന്നു. മാത്രമല്ല കോൺഗ്രസിലെ ഒരു യുവനിര തന്നെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്നുള്ള കെ സുധാകരന്റെ നിലപാടിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. റോജി എം ജോൺ, സന്ദീപ് വാര്യർ, രമ്യ ഹരിദാസ്, അലോഷ്യസ് സേവ്യർ, ബിനു ചുള്ളിയിൽ, അരിത ബാബു, മാത്യു കുഴൽനാടൻ, ഇങ്ങനെ ദിനം പ്രതി നീളുകയാണ് കെ.സി. വേണുഗോപാലിന് അനുകൂലമായി രംഗത്ത് വരുന്നവരുടെ എണ്ണം. ഇവിടെ വി.ഡി. സതീശൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെയ്തതിൻ്റെ പാപഫലമാണ് ഇതെല്ലാം തന്നെ. വി.ഡി. സതീശൻ ചെയ്തു കൂട്ടിയതിൻ്റെ പാപഫലമാണ് ഇപ്പോൾ വി.ഡി. സതീശന് എതിരായി ഇവരെല്ലാം തന്നെ ഒറ്റക്കെട്ടായി അപ്പുറത്ത് നിൽക്കുന്നത്. വി.ഡി. സതീശന് ആരാണ് പിന്തുണ? ഒരേ ഒരാൾ,
എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് മാത്രമാണ് ഇപ്പോൾ VD സതീശന് വേണ്ടി പരസ്യമായി രംഗത്ത് വരാൻ. ബാക്കി ആരാണ് താങ്കൾക്ക് വേണ്ടി വാദിക്കുന്നത്? ആരുമില്ല എന്ന് തിരിച്ചറിയേണ്ടത് VD സതീശനാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.